സുധാകരന്റെ മനസ്സിലെന്ത് വിലയിരുത്തലുമായി VS രഞ്ജിത്ത് കോഴിക്കോട് നിന്നും. VS രഞ്ജിത്ത്, ഇപ്പോൾ സുധാകരൻ കടുത്ത തീരുമാനത്തിലേക്ക് പോകുമോ? നേരത്തെ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോൾ അദ്ദേഹത്തിന് പാർട്ടി ചില ഉറപ്പുകൾ നൽകിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാം എന്നതടക്കമുള്ള ഉറപ്പുകളായിരുന്നു എന്നാണ് സുധാകരനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ലംഘനം ഉണ്ടായിരിക്കുന്നു എന്ന വിലയിരുത്തലാണ്. അപ്പോൾ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുന്നത് മുഴുവൻ MP-മാരുടെയും കാര്യത്തിലാണ്. അത് തനിക്ക് ഇളവ് നൽകേണ്ടതുണ്ട് എന്നത് തന്നെയാണോ സുധാകരന്റെ നിലപാട്? അഥവാ സീറ്റ് നൽകിയില്ലെങ്കിൽ സുധാകരൻ എന്ത് ചെയ്യും? രഞ്ജിത്ത്, സ്മൃതി, ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾ നേരത്തെയും സുധാകരൻ പയറ്റിയിട്ടുണ്ട്. 2021 മുതൽ 2025 വരെ KPCC പ്രസിഡന്റായിരുന്നു കെ സുധാകരൻ. അവിടെ നിന്ന് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റുമ്പോൾ ആ തീരുമാനം അറിഞ്ഞില്ല. രാഹുൽ ഗാന്ധിയുടെ തീരുമാനം എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വളരെ ക്ഷുഭിതനായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ തീരുമാനം അറിഞ്ഞിട്ടില്ല, അങ്ങനെ മാറാൻ പോകുന്നില്ല എന്നൊക്കെ അവസാന നിമിഷം വരെ കെ സുധാകരൻ പ്രതികരിച്ചിരുന്നു. പക്ഷേ പാർട്ടി അദ്ദേഹത്തെ അനുനയിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അദ്ദേഹം മത്സരിക്കില്ല എന്നുള്ള ഒരു വലിയ പ്രതീതി ഉണ്ടായിരുന്നു. അവസാനം ആ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. 2025 KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ രാഷ്ട്രീയ ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് കെ സുധാകരനെ അനുനയിപ്പിക്കാൻ അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസരം കൊടുക്കാം, UDF അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിയാകും, അത്തരത്തിലുള്ള ഒരു നീക്കവും അനുനയ നീക്കം അന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അക്കാര്യത്തെക്കുറിച്ച് കെ സുധാകരനാണ് വ്യക്തമാക്കേണ്ടത്. ഈ ഘട്ടത്തിൽ ഏതായാലും പാർട്ടി എത്തരത്തിലൊരു ഉറപ്പ് കൊടുത്തതിനെ കുറിച്ചോ അങ്ങനെ ഒരു ഗ്യാരണ്ടിയെ കുറിച്ചോ പറയുന്നില്ല എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണൂരിൽ മറ്റാരെയാണ് പരിഗണിക്കുന്നത് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരുണ്ട്. മുല്ലപ്പള്ളിയും സമാനമായ എതിർപ്പുമായി നിൽക്കുകയാണ്. മുല്ലപ്പള്ളിക്ക് കൊയിലാണ്ടി വേണമെന്ന് പറഞ്ഞു, അദ്ദേഹത്തെ നാദാപുരത്ത് പരിഗണിക്കാമെന്ന് പറഞ്ഞു, പക്ഷെ അവിടെ പരിഗണിച്ചില്ല. ഇപ്പോൾ അവസാനം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂരിൽ ഇനി മുല്ലപ്പള്ളിയെ മാറ്റുമ്പോൾ അത് മറ്റൊരു പൊട്ടിത്തെറിക്ക് കാരണമാവുമോ? കണ്ണൂരിൽ മുല്ലപ്പള്ളിയെ കൊണ്ടുവരുമ്പോൾ കെ സുധാകരൻ പ്രതികരിക്കുമോ എന്നുള്ളതാണ്. ഏതായാലും കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം 91 മുതൽ MLA ആയിട്ട് 91-ലും 96-ലും 2001-ലും 2006-ലും ഒക്കെ MLA ആയിട്ടുണ്ട്. മൂന്നാം ആന്റണി സർക്കാരിൽ അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട്. അങ്ങനെ നിരവധി അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അവകാശവാദങ്ങളും ശരിവെച്ചാൽ പോലും, അതായത് കണ്ണൂരിന് വേണ്ടി ചോരയ്ക്ക് ചോര എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഏറ്റുമുട്ടി കോൺഗ്രസിന്റെ ആ പ്രതാപകാലം കാത്തുസൂക്ഷിച്ച ഒരു നേതാവ് എന്ന അർത്ഥത്തിൽ 1984 മുതൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. ആ കാലത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഫൈറ്റ് ചെയ്ത് വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ആ ഫൈറ്റ് കൊണ്ടു നടന്നൊരു നേതാവ് എന്ന രീതിയിൽ തന്നെ കണ്ണൂരിൽ പാർട്ടിയിൽ അദ്ദേഹം പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. പലതവണ MLA ആയി, വനം വകുപ്പിന്റെ മന്ത്രിയായിട്ട് AK ആന്റണിയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്നു, MP ആയി, KPCC പ്രസിഡന്റായി. ഇനിയും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അവകാശവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ അവകാശവാദം നിലനിൽക്കുന്നില്ല. ആ അവകാശവാദത്തിനനുസരിച്ച് പാർട്ടി ഇല്ലെങ്കിൽ പാർട്ടിയെ പിളർത്താനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു വിമത നീക്കവുമായി പോകാനോ ഉള്ള ഒരു കെൽപ്പ് ഈ ഘട്ടത്തിൽ കെ സുധാകരൻ ഉണ്ട് എന്ന് കരുതാൻ സാധിക്കില്ല. കാരണം കെ സുധാകരനോടൊപ്പം നിൽക്കുന്ന കുറച്ച് പ്രവർത്തകർ അണികൾ അവിടെ ഉണ്ടാകാമെങ്കിലും നേതൃത്വത്തിന്റെ ഭാഗത്ത് DCC ആണെങ്കിലും മണ്ഡലം ഭാരവാഹികളാണെങ്കിലും ഒക്കെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ വിഭാഗങ്ങളാണെങ്കിലും ഒക്കെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ആരാധകരായ കുറച്ചു പേരുണ്ടെങ്കിലും അവരൊക്കെ പാർട്ടിക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്നവരും കെ സുധാകരന് പാർട്ടിയെ പിളർത്താനോ പാർട്ടിയെ ഇപ്പോൾ വെല്ലുവിളിക്കാനോ കരുത്തില്ല എന്നും മനസ്സിലാക്കുന്നവരുമാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്താലും പാർട്ടി നടത്തുന്ന അനുനയ നീക്കങ്ങൾക്ക് കെ സുധാകരൻ ഇപ്പോൾ വഴങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോഷിപാൽ, കോൺഗ്രസിൽ ഇപ്പോൾ 100-ലധികം സീറ്റിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണല്ലോ പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ പ്രധാനപ്പെട്ട മുൻ KPCC പ്രസിഡന്റ്, പ്രധാനപ്പെട്ട നേതാവ് കെ സുധാകരൻ പരസ്യപ്പോരിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. ആരും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ട, എന്റെ കാര്യത്തിൽ പോലും തീരുമാനമായിട്ടില്ല എന്നാണല്ലോ റോഷി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കെ സുധാകരൻ ഇതാ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. താൻ ആരാണ് കണ്ണൂരിന് താൻ ആരാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. കണ്ണൂർ ഹൃദയ രക്തമാണ് എന്ന ആ പ്രതികരണം വൈകാരികത ഉണർത്തുന്നതാണ്. അണികൾ ആ വൈകാരികത ഏറ്റെടുത്തുകൊണ്ട് പ്രതികരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. റോഷിപാൽ, നമുക്ക് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിലേക്ക് പോവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ 2014 PK ശ്രീമതിയോട് 6566 വോട്ടുകൾക്ക് തോറ്റതൊഴിച്ചാൽ പിന്നെയുള്ള വിജയങ്ങളൊക്കെ ഗംഭീരമായ വിജയമാണ് എന്നുള്ളതാണ്. 2009 43,151 വോട്ടുകൾക്കാണ് കണ്ണൂരിലെ KK രാജേഷിനെ അദ്ദേഹം തോൽപ്പിച്ചിട്ടുള്ളത്. 2019 PK ശ്രീമതിയെ തന്നെ 94,559 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,89,082 വോട്ടുകൾക്കാണ് MV ജയരാജനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കണ്ണൂരിൽ ചില്ലറക്കാരനല്ല കെ സുധാകരൻ എന്നുള്ളതാണ്